നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബൈനറി ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ടെക്നിക്കാണ്, അതായത് BFSK ടെക്നിക്കാണ്. ഈ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻകമിങ് ഡാറ്റ സ്ട്രീമിനനുസരിച്ചിട്ട് കരിയറിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ ബൈനറി ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു കേസിൽ രണ്ട് സിമ്പിൾസ് ആണ് നമുക്ക് വരുന്നത്, 1ഉം 0യും. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വേറെ ഒരു ഫ്രീക്വൻസിയിലുള്ള സിഗ്നലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ട്രാൻസ്മിറ്റഡ് സിഗ്നൽസിനെ നമുക്ക് ജനറലായിട്ട് SI ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. I വേരീസ് ഫ്രം 1 to 2. ഇതിൽ S1 ആണ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റഡ് സിഗ്നൽ, S2 ആണ് 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. ദെൻ നമുക്ക് ഈ SI സ്ക്വയർ റൂട്ട് ഓഫ് 2EB/TB cos 2π FIT ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതായത് 1 ആണ് നമ്മളുടെ ഡേറ്റ സ്ട്രീമിൽ വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ S1 എന്ന് പറയുന്ന സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2EB/TB cos 2π F1t നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അതേസമയം നമ്മളുടെ ഡേറ്റ സ്ട്രീമിൽ വരുന്നത് 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ S2 ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 2EB/TB cos 2π F2t ആയിരിക്കും നമ്മൾ ആ ഒരു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഈ സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0 to TB വരെയാണ്. ഈ ഒരു ബൈനറി FSK കേസിൽ നമ്മളുടെ സിമ്പൽ എന്ന് പറയുന്നത് ഒരു ബിറ്റാണ് ആ ഒരു സിമ്പലിൽ വരുന്നത്. ഓക്കെ, അതായത് ഒന്നല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 എന്ന് പറയുന്ന ആ ഒരു സിംഗിൾ ബിറ്റാണ് ഒരു സിമ്പലിലുള്ളത്. സോ നമ്മളുടെ സിമ്പൽ ഡ്യൂറേഷനും ബിറ്റ് ഡ്യൂറേഷനും സെയിം തന്നെയായിരിക്കും. ആ ഒരു സിമ്പിൾ ഡ്യൂറേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ബിറ്റ് ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സിഗ്നൽ വരണം. ഓക്കെ, സോ ആ ഒരു 0 to TB ഡ്യൂറേഷനിലാണ് നമ്മളുടെ SI എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വരേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് 0 എൽസ്വെയർ. ദെൻ ഈ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ EB എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇറ്റ് ഈസ് ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എനർജി പെർ ബിറ്റ്. ഈ ഒരു ബൈനറി FSK കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ സിമ്പലിൽ ഒരു ബിറ്റാണ് വരുന്നത്. സോ നമ്മളുടെ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എനർജി പെർ സിമ്പൽ എന്ന് പറയുന്നതും ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എനർജി പെർ ബിറ്റ് എന്ന് പറയുന്നതും ഈ കേസിൽ സെയിം തന്നെയാണ്. ദെൻ ഇവിടെ ഈ ഒരു ഫ്രീക്വൻസി FI നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ FI ഈസ് ഈക്വൽ ടു NC+I/TB where I വേരീസ് ഫ്രം 1 to 2 ആൻഡ് NC ഈസ് സം ഫിക്സഡ് ഇൻറ്റീജർ. ഇപ്പോൾ നമ്മൾ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് F1 ഈസ് ഈക്വൽ ടു NC+1/TB ആയിരിക്കും. അതേസമയം നമ്മൾ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് F2 ഈസ് ഈക്വൽ ടു NC+2/TB ആയിരിക്കും. സോ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ സിമ്പൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് S1 എന്ന് പറയുന്ന സിഗ്നൽ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2EB/TB cos 2π F1t അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 2EB/TB cos 2π ഇൻറ്റു NC+1/TB ഇൻറ്റു T കിട്ടും. അതേസമയം സിമ്പിൾ 0 ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ S2 എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ ആയിരിക്കും വരുന്നത്. ആൻഡ് ദാറ്റ് S2 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2EB/TB cos 2π F2t or S2 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2EB/TB cos 2π NC+2/TB ഇൻറ്റു T. ദെൻ ഈ ഒരു ബൈനറി ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ടെക്നിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഒരു കണ്ടിന്യൂസ് ഫേസ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ CPFSK ടെക്നിക്കാണ്. അതായത് ഈ ഒരു കേസിൽ നമ്മൾ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഫേസ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകില്ല. രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, പക്ഷേ ആ രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് ആ ഒരു ഫേസ് കണ്ടിന്യൂറ്റിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫേസ് ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് ഒക്കർ ചെയ്യുന്നില്ല. ഓക്കെ, ഇത് ഒരു F1 ഫ്രീക്വൻസിയും ഇത് ഒരു F2 ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ട്രാൻസ്മിറ്റഡ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും വരുന്നത്. അവിടെ നമുക്കൊരു ഫേസ് ഡിസ്കണ്ടിന്യൂറ്റി ഒക്കർ ചെയ്യുന്നില്ല. നൗ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു BFSK കേസിന്റെ ബേസിസ് ഫംഗ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരക്കാനായിട്ടുണ്ട്. ഈ ഒരു കേസിൽ നമുക്ക് എത്ര ബേസിസ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും?
ഈ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് കാണാം 2 ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഇവിടെ നമുക്ക് വേണം. സോ നമുക്ക് ഇവിടെ 2 കരിയേഴ്സ് നമുക്ക് വേണം. F1 ഫ്രീക്വൻസിയിലുള്ള ഒരു കരിയറും F2 ഫ്രീക്വൻസിയിലുള്ള വേറൊരു കരിയറും. സോ നമുക്ക് ഈ ഒരു കേസിൽ 2 ബേസിസ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. F1 ഫ്രീക്വൻസിയിലുള്ള ഒരു ബേസിസ് ഫംഗ്ഷനും F2 ഫ്രീക്വൻസിയിലുള്ള രണ്ടാമത്തെ ബേസിസ് ഫംഗ്ഷനും. നമ്മളുടെ S1 എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് √2EB/TB cos 2π F1t എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ബേസിസ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അത് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ S1നെ √EB വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? സോ ഈ √EB മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ബേസിസ് ഫംഗ്ഷൻ കിട്ടും. സോ നമ്മളുടെ φ1 എന്ന് പറയുന്ന ഫസ്റ്റ് ബേസിസ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു √2/TB cos 2π F1t ആയിരിക്കും. ദെൻ നമ്മളുടെ സെക്കൻഡ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് S2 ഈസ് ഈക്വൽ ടു √2EB/TB cos 2π F2t എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെയും നമ്മൾ √EB വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സെക്കൻഡ് ബേസിസ് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, സോ φ2 എന്ന് പറയുന്നത് √2/TB cos 2π F2t ആണ്. ഈ √EB വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്തിനായിരുന്നു? അത് നമ്മളുടെ ഗ്രീൻ-ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുള്ളതാണ്. നോം വാല്യൂ 1 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ √EB വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ F1 ആൻഡ് F2 ഫ്രീക്വൻസീസ് കൺസിഡർ ചെയ്യുമ്പോൾ അത് ഓഡ് ആൻഡ് ഈവൺ കേസുകളാണ് വരുന്നത്. അതായത് NC എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻറ്റീജർ വാല്യൂ ആണ്. ദെൻ I എന്ന് പറയുന്നത് 1 and 2 ആണ് വരുന്നത്. സോ NC പ്ലസ് 1/TBയും NC പ്ലസ് 2/TBയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരെണ്ണം ഈവൺ കേസും ഒരെണ്ണം ഓഡ് കേസും ആയിരിക്കും വരുന്നത്. സോ നമ്മളുടെ √2/TB cos 2π F1tയും √2/TB cos 2π F2tയും ഓർത്തോഗണലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ നമുക്ക് ആ ബേസിസ് ഫംഗ്ഷൻസിനെ ജനറലായിട്ട് φi ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു √2/TB cos 2π Fit. ദെൻ ഇതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0 to TB ഡ്യൂറേഷൻ ആയിരിക്കും വരുന്നത്. കാരണം നമ്മളുടെ S1യുടെയും S2യുടെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0 to TB ആണ്. സോ നമ്മളുടെ ബേസിസ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0 to TB ആണ്. ആൻഡ് ഇറ്റ് ഈസ് 0 elsewhere. സോ ഈ ഒരു Bfsk കേസിൽ നമുക്ക് 2 ബേസിസ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. φ1യും φ2യും. φ1 എന്ന് പറയുന്നത് √2/TB cos 2π F1t ആണ്. φ2 എന്ന് പറയുന്നത് √2/TB cos 2π F2t ആണ്. സോ ഇപ്പം നമ്മളുടെ Bfsk കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്മിറ്റഡ് സിഗ്നലിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ദെൻ അവിടെ നമുക്ക് കിട്ടുന്ന ആ ബേസിസ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരക്കണം. നമ്മളുടെ Bfsk കേസിൽ 2 ഡയമെൻഷണൽ കേസാണ് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. നൗ നെക്സ്റ്റ് നമുക്ക് S1 ആൻഡ് S2 എന്ന് പറയുന്ന സിഗ്നൽ വെക്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മളുടെ 2 ഡയമെൻഷണൽ സ്പേസിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യണം. ദെൻ S1 എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ വെക്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് S11ഉം S12ഉം ആയിരിക്കും. അതേപോലെ തന്നെ S2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വരുന്ന ആ വാല്യൂസ് എന്ന് പറയുന്നത് S21ഉം S22ഉമാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ജനറലായിട്ട് Sijയുടെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ S11, S12, S21 ആൻഡ് S22 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ Sijയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം Sij ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to TB SI φj dt. ഈ SI-യും φj-യും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് TB വരെയാണ്, 0 to TB വരെയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ലിമിറ്റ് 0 to TB എടുത്തിരിക്കുന്നത്. നൗ ഇതിൽ SI-യുടെയും φj-യുടെയും ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. We know SI is equal to √2EB/TB cos 2π Fit and phi j of t is equal to √2/TB cos 2π Fj/t. Now ഈ ഇക്വേഷനിൽ നിന്ന് ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് നമുക്ക് √TB ഔട്ട്സൈഡ് എടുത്ത് എഴുതാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് √TB പുറത്തേക്ക് എടുത്തെഴുതാം. ദെൻ ഇവിടെ നമുക്ക് വരുന്നത് √2/TB cos 2π Fit ആണ്.
ദെൻ ഇവിടെ √2/TB cos 2π FJT നമുക്കുണ്ട്. ദെൻ ഇവിടെ ഐയും ജെയും ഈക്വൽ ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? √2/TB cos 2π FIT ഇൻറ്റു √2/TB cos 2π FIT വരും. അതായത് ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ 0 to TB √2/TB cos 2π FIT ഹോൾ സ്ക്വയർ DT വരും. അതായത് നമ്മളുടെ ബേസിസ് ഫംഗ്ഷനെ സ്ക്വയർ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആ ഒരു കേസ്. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ഓക്കെ, സോ 1 ഇൻറ്റു √TB നമുക്ക് കിട്ടും. സോ I = J ആകുന്ന കേസിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് √TB ആയിരിക്കും. അതായത് ഇവിടെ രണ്ടിടത്തും നമുക്ക് F1 വരുന്ന കേസുകളിൽ അല്ലെങ്കിൽ ഇവിടെ രണ്ടിടത്തും നമുക്ക് F2 വരുന്ന കേസുകളിൽ നമുക്ക് കിട്ടുന്ന SIJ വാല്യൂ എന്ന് പറയുന്നത് √EB ആയിരിക്കും. ദെൻ I ≠ J വരുമ്പോഴോ, അതായത് ഇവിടെ F1ഉം ഇവിടെ F2ഉം വരുന്ന കേസ്, അല്ലെങ്കിൽ ഇവിടെ F2ഉം ഇവിടെ F1ഉം വരുന്ന കേസ്, ആ ഒരു കേസിൽ നമുക്കിവിടെ വരുന്നത് ഇൻ്റഗ്രൽ φ1 ഇൻറ്റു φ2 dt എന്ന് പറയുന്ന ആ ഒരു ഫോമിലായിരിക്കും. ഓക്കെ, സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് √TB ഇൻറ്റു 0 വരും. സോ I ≠ J കേസിൽ നമുക്ക് SIJ കിട്ടാൻ പോകുന്നത് 0 ആയിരിക്കും. സോ അവർ SIJ is equal to √EB when I = J and it is 0 when I ≠ J. അതായത് S11 ആൻഡ് S22 കേസുകളുടെ വാല്യൂസ് എന്ന് പറയുന്നത് √EB ആയിരിക്കും. അതേസമയം S12 ആൻഡ് S21 വാല്യൂസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമ്മളുടെ S1 ആൻഡ് S2 സിഗ്നൽ വെക്ടേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ട് പറ്റും. S1 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ S11 ആൻഡ് S12 വാല്യൂസ് ആണ് വരുന്നത്. S11 എന്ന് പറയുന്നത് √EB ആണ്, S12 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ S1 is equal to √EB 0 ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ S2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് S21 ആൻഡ് S22 ആണ്. S21 എന്ന് പറയുന്നത് 0 ആണ്, S22 എന്ന് പറയുന്നത് √EB ആണ്. ഓക്കെ, സോ S2 is equal to 0 √EB ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇപ്പം നമുക്ക് നമ്മളുടെ S1 ആൻഡ് S2 സിഗ്നൽ വെക്ടേഴ്സും കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരക്കാം. സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരക്കാനായിട്ട് ആദ്യം നമ്മൾ ആ ഒരു n ഡയമെൻഷണൽ സ്പേസ് വരക്കുക. ഈ ഒരു കേസിൽ നമുക്ക് 2 ഡയമെൻഷണൽ കേസാണ് വരുന്നത്. സോ നമ്മൾ φ1 ആക്സിസും φ2 ആക്സിസും ആദ്യം വരക്കുക. ദെൻ ഇവിടെ നമുക്ക് 2 സിമ്പിൾസ് ആണുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 സിഗ്നൽ വെക്ടേഴ്സ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ 2 സിഗ്നൽ വെക്ടേഴ്സ് ഇതിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യണം. നമ്മളുടെ ഫസ്റ്റ് സിഗ്നൽ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വന്നിരിക്കുന്നത് √TB 0 വാല്യൂസ് ആണ്. അതായത് φ1 ഡയറക്ഷനിൽ √TBയും φ2 ഡയറക്ഷനിൽ 0യും. ഓക്കെ, സോ ആ ഒരു പോയിന്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. φ1 ഡയറക്ഷനിൽ √TB ആൻഡ് φ2 ഡയറക്ഷനിൽ 0. ഓക്കെ, സോ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതാണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് 1 വരുന്നത്. ദെൻ നമ്മളുടെ S2 സിഗ്നൽ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വന്നിരിക്കുന്നത് φ1 ഡയറക്ഷനിൽ 0യും φ2 ഡയറക്ഷനിൽ √TBയുമാണ്. ഓക്കെ, സോ φ1 ഡയറക്ഷനിൽ ആ ഒരു 0 എടുക്കുക, φ2 ഡയറക്ഷനിൽ √TB മൂവ് ചെയ്യുക. സോ ഇതാണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് 2 എന്ന് പറയുന്നത്. സോ ഈ ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ ഈ 2 മെസ്സേജ് പോയിന്റുകളും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Bfskയുടെ ആ ഒരു റിക്വയർഡ് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം കിട്ടും. നൗ നെക്സ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു കേസിൽ എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് പറയണം. ദെൻ ആ ഒരു ഡിറ്റക്ഷൻ കേസിൽ നമുക്ക് വരുന്ന പ്രോബബിലിറ്റി ഓഫ് എററിൻ്റെ ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിറ്റക്ഷൻ്റെ കേസ് നമുക്ക് അറിയാവുന്നതാണ്. റിസീവർ സൈഡിൽ റിസീവ് ചെയ്യുന്ന x(t) എന്ന് പറയുന്ന ആ ഒരു സിഗ്നലിൽ നിന്ന് നമുക്ക് ഒബ്സർവേഷൻ വെക്ടർ x കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഈ ഒബ്സർവേഷൻ വെക്ടറിനെ നമുക്ക് ഈ ഒരു ഒബ്സർവേഷൻ സ്പേസിലേക്ക് കൊണ്ടുവന്നിട്ട് മാർക്ക് ചെയ്യണം. ദെൻ ആ ഒബ്സർവേഷൻ വെക്ടർ ഏത് റീജിയനിലാണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും. ദെൻ ഇവിടെ നമുക്ക് 2 മെസ്സേജ് പോയിന്റ്സ് ആണ് ഉള്ളത്. സോ നമ്മളുടെ ഒബ്സർവേഷൻ സ്പേസിനെ നമുക്ക് 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ട് ഈ 2 മെസ്സേജ് പോയിന്റുകളെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോയിന്റിൽ കൂടി
ആ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളുടെ ഡിസിഷൻ ബൗണ്ടറി നമ്മൾ വരക്കുക. സോ ഇതാണ് നമ്മളുടെ ഡിസിഷൻ ബൗണ്ടറി. ദെൻ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളുടെ ഒബ്സർവേഷൻ സ്പേസിനെ 2 റീജിയൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ. അതിനെ നമ്മൾ Z1 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ഇതാണ് നമ്മളുടെ മെസ്സേജ് പോയിന്റ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ. അതിനെ നമ്മൾ റീജിയൻ Z2 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ റിസീവർ സൈഡിൽ ഈ ഒബ്സർവേഷൻ വെക്ടർ Z1 റീജിയനിലാണ് വരുന്നതെങ്കിൽ റിസീവർ നമ്മളുടെ സിമ്പൽ 1 ആണ്, അല്ലെങ്കിൽ S1 എന്ന് പറയുന്ന ആ ഒരു സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. ഇനി അതല്ല എക്സ് ഈ ഒരു റീജിയനിലാണ് വന്നിരിക്കുന്നതെങ്കിൽ, Z2 എന്ന് പറയുന്ന ആ ഒരു റീജിയനിലാണ് വന്നിരിക്കുന്നതെങ്കിൽ റിസീവർ നമ്മളുടെ മെസ്സേജ് പോയിന്റ് 2 അല്ലെങ്കിൽ നമ്മളുടെ സിമ്പൽ 0 അല്ലെങ്കിൽ നമ്മളുടെ S2 എന്ന് പറയുന്ന ആ ഒരു സിഗ്നലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. ദെൻ നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ വെക്ടർ എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എത്ര വാല്യൂസ് ഉണ്ടായിരിക്കും? ഇവിടെ നമുക്ക് 2 ഡയമെൻഷണൽ കേസല്ല വന്നിരിക്കുന്നത്. സോ റിസീവർ സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 2 കോറിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. 5-1 ഓപ്പറേറ്റ് ചെയ്യുന്ന, അതായത് 5-1 എന്ന് പറയുന്ന ആ ഒരു ബേസിസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോറിലേറ്ററും 5-2 എന്ന് പറയുന്ന ബേസിസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് കോറിലേറ്റർ ഉണ്ടായിരിക്കും. ദെൻ ഫസ്റ്റ് കോറിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് x1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സെക്കൻഡ് കോറിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് x2 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, സോ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ 2 വാല്യൂസ് ആണ് വരുന്നത്, സ്മോൾ x1ഉം സ്മോൾ x2ഉം. ദെൻ ഇതിൽ x1ന്റെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to tb x of t 5-1 dt ആൻഡ് x2 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to tb x of t 5-2 dt. ഈ ഇക്വേഷൻസ് നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഹിയർ x of t ഈസ് ദി റിസീവ്ഡ് സിഗ്നൽ ആൻഡ് ഇറ്റ്സ് ഫോം ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് സിമ്പൽ വാസ് ട്രാൻസ്മിറ്റഡ്. നമ്മൾ സിമ്പൽ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ x എന്ന് പറയുന്നത് S1 പ്ലസ് W ആയിരിക്കും. ഇനി നമ്മൾ സിമ്പൽ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ x എന്ന് പറയുന്നത് S2 പ്ലസ് W ആയിരിക്കും. ദെൻ ഇതിൽ W എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. W ഈസ് ദി സാമ്പിൾ ഫംഗ്ഷൻ ഓഫ് എ വൈറ്റ് ഗോസിയൻ നോയ്സ് പ്രോസസ് ഓഫ് 0 മീൻ ആൻഡ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0/2. നൗ ഇപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് സിമ്പൽ 1 ആണെന്ന് വിചാരിക്കുക. അതായത് x നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ വന്നിരിക്കുന്നത് S1 ആണ്. ദെൻ ഈ S1 ഉള്ള ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5-1 ആണ്. ഓക്കെ, ഈ S1 നമുക്ക് 5-1 ടൈംസിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് √EB ഇൻറ്റു 5-1 ആണ് നമ്മളുടെ S1 എന്ന് പറയുന്ന ട്രാൻസ്മിറ്റഡ് സിഗ്നൽ. ഓക്കെ, ദെൻ നമ്മൾ ഈ x1ഉം x2ഉം കൺസിഡർ ചെയ്യാം. ഇതിൽ ഈ x നമ്മളുടെ 5-1 ടേംസിലുള്ള ആ ഒരു സിഗ്നലാണ് ഉള്ളത്. സോ ഇവിടെ നമ്മൾ ഈ x യും 5-1 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ x1 ഒരു ലാർജ് വാല്യൂ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേസമയം x2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴോ ഈ x 5-1 ടൈംസിലുള്ള ഒരു സിഗ്നലാണ് ഉള്ളതെങ്കിൽ ഇവിടെ നമ്മൾ അതിനെ 5-2 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്കറിയാം ഇന്റഗ്രൽ 5-1 ഇൻറ്റു 5-2 dt എന്ന് പറയുന്നത് 0 ആണ്. സോ 5-1 ടേംസിലുള്ള ഒരു സിഗ്നലും 5-2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ലോ വാല്യൂ അല്ലെങ്കിൽ 0 അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ x ആഡ് ചെയ്തിരിക്കുന്ന നോയ്സിൻ്റെ എഫക്റ്റ് കാരണം ഇത് എക്സാക്ട്ലി 0 ആകണമെന്നില്ല, എന്നാലും 0 അടുത്ത് കിടക്കുന്ന ഒരു സ്മോൾ വാല്യൂ ആയിരിക്കും ഇവിടെ നമുക്ക് വരുന്നത്. സോ നമ്മൾ S1 ആണ് ആക്ച്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ x1ന്റെ വാല്യൂ x2ന്റെ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഈ x ആഡ് ചെയ്തിരിക്കുന്ന നോയ്സിൻ്റെ എഫക്റ്റ് കാര്യമായിട്ടൊന്നും ഇല്ല എങ്കിൽ നമുക്ക് x1 വാല്യൂ x2വിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് ഈ ഒരു കേസിൽ S1 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ സിമ്പൽ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. സോ നമ്മളുടെ x S2 എന്ന് പറയുന്ന ആ ഒരു സിഗ്നൽ ആയിരിക്കും ഉള്ളത്. ഈ S2 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് 5-2 ടേംസിലാണ് വരുന്നത്.
സോ റിസീവർ സൈഡിൽ നമ്മൾ ഈ x1ഉം x2ഉം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ് ഓഫ് ടിയിൽ φ2 ഓഫ് ടിയുടെ ടേംസിലുള്ള ആ ഒരു സിഗ്നലാണ് ഉള്ളത്. സോ ഇവിടെ നമുക്ക് ഒരു സ്മോൾ വാല്യൂവും ഇവിടെ നമുക്ക് ഒരു ലാർജ് വാല്യൂ ആയിരിക്കും വരുന്നത്. സോ S2 ഓഫ് ടി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ x2 ആയിരിക്കും x1നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നോയ്സിൻ്റെ എഫക്റ്റുകളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ x2 ആയിരിക്കും നമുക്ക് x1നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് കിട്ടുന്നത്. സോ ഈ x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻ റൂള് എങ്ങനെ പറയാനായിട്ട് പറ്റും? x1 ഗ്രേറ്റർ ദാൻ x2 ആണെങ്കിൽ S1 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് റിസീവർ ഡിസൈഡ് ചെയ്യും. അതേസമയം x1 ലെസ് ദാൻ x2 ആണെങ്കിൽ, അല്ലെങ്കിൽ x2 ആണ് x1നേക്കാൾ ഗ്രേറ്റർ എങ്കിൽ S2 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് റിസീവർ ഡിസൈഡ് ചെയ്യും. ഈ റൂൾ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നേരത്തെ Z1 ആൻഡ് Z2 റീജിയൻ വെച്ചിട്ട് പറഞ്ഞ ആ ഒരു സെയിം റൂള് തന്നെയാണ്. ഇവിടെ x1 ഗ്രേറ്റർ ദാൻ x2 ആകുമ്പോഴാണ് നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ x എന്ന് പറയുന്നത് Z1 റീജിയനിൽ ഫോളോ ചെയ്യുന്നത്. സോ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ x Z1 റീജിയനിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നതും x1 ഗ്രേറ്റർ ദാൻ x2 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും രണ്ടും സെയിം തന്നെയാണ്. സോ ആ ഒരു കേസിൽ റിസീവർ സിമ്പൽ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ x1 ലെസ് ദാൻ x2 ആകുന്ന ആ ഒരു കേസിലാണ് നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ Z2 റീജിയനിൽ ഫോളോ ചെയ്യുന്നത്. സോ നമ്മളുടെ ഒബ്സർവേഷൻ വെക്ടർ Z2 റീജിയനിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നതും x1 ലെസ് ദാൻ x2 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും രണ്ടും സെയിം തന്നെയാണ്. ദെൻ ആ ഒരു കേസിൽ റിസീവർ സിമ്പൽ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. നൗ നെക്സ്റ്റ് നമുക്ക് ഈ x1 ആൻഡ് x2ൻ്റെ ടേംസിൽ പറയുന്നതിന് പകരം നമുക്ക് പുതിയ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ടേംസിൽ ഈ ഡിസിഷൻ റൂള് ഒന്ന് കൺസിഡർ ചെയ്യാം. സോ ഡിഫൈൻ എ ന്യൂ ഗോസിയൻ റാൻഡം വേരിയബിൾ y whose sample value y is equal to the difference between x1 and x2. That is y is equal to x1 minus x2. സോ ഈ ഒരു y എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ റൂള് എങ്ങനെ പറയാം എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു x1 ഗ്രേറ്റർ ദാൻ x2 ആകുമ്പോൾ നമ്മൾ S1 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. അതേപോലെ x1 ലെസ് ദാൻ x2 ആകുമ്പോൾ നമ്മൾ S2 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. ദെൻ x1 ഗ്രേറ്റർ ദാൻ x2 ആകുമ്പോൾ ഈ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, ശരിയല്ലേ? x1 x2നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഈ x1 മൈനസ് x2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ y പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് S1 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം x1 ലെസ് ദാൻ x2 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, x1 ലെസ് ദാൻ x2 ആണെങ്കിൽ x1 മൈനസ് x2 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ y നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ഡിസൈഡ് ചെയ്യാം? S2 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, സോ y പോസിറ്റീവ് ആണെങ്കിൽ S1 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് റിസീവർ ഡിസൈഡ് ചെയ്യും. y നെഗറ്റീവ് ആണെങ്കിൽ S2 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് റിസീവർ ഡിസൈഡ് ചെയ്യും. ദെൻ ഇത് തന്നെ നമുക്ക് വൈയുടെ മീൻ വാല്യൂ യൂസ് ചെയ്തിട്ടും പറയാനായിട്ട് പറ്റും. അതായത് വൈയുടെ മീൻ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ S1 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. വൈയുടെ മീൻ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ S2 ഓഫ് ടി ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് റിസീവറിന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആ മീൻ വാല്യൂസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം 1 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിലെ ആ ഒരു മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആ ഒരു റാൻഡം വേരിയബിളിൻ്റെ ടേംസിലാണ് ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ വൈയും ക്യാപിറ്റൽ x1 ആൻഡ് ക്യാപിറ്റൽ x2ഉം യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു സെയിം എക്സ്പ്രഷനെ തന്നെ നമ്മൾ റാൻഡം വേരിയബിളിൻ്റെ ടേംസിൽ എഴുതി ക്യാപിറ്റൽ y ഈക്വൽ ടു x1 മൈനസ് x2. ദെൻ അതിൻ്റെ മീൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിലെ മീൻ വാല്യൂ അതാണ് നമ്മൾ ഈ ഒരു കണ്ടീഷണൽ കേസായിട്ട് എഴുതിയിരിക്കുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x1 ഗിവൺ 1 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x2 ഗിവൺ 1. ദെൻ നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ xjയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. xj എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് sij പ്ലസ് wj. ദെൻ ഇവിടെ i എന്ന് പറയുന്നത് എന്താണ്?
1 ആണ്. നമ്മൾ S1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. 1 എന്ന് പറയുന്ന സിമ്പലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളുടെ SI എന്ന് പറയുന്ന സിഗ്നൽ എന്ന് പറയുന്നത് S1 ആണ്. സോ നമുക്ക് X1 എന്ന് പറയുന്നത് S11 പ്ലസ് W1 വരും. X2 എന്ന് പറയുന്നത് S12 പ്ലസ് W2 വരും. സോ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് എഴുതി. ദെൻ ഇതിനെ നമുക്ക് രണ്ട് ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എക്സ്പെക്ടേഷൻ ഓഫ് S11 ഗിവൺ 1 പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് W1 ഗിവൺ 1. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് W1ന്റെ വാല്യൂ എന്താണ്? നോയ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് 0 മീൻ ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് W1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ നമുക്ക് ബാക്കി ഇവിടെ വരുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് S11 ഗിവൺ 1 ആണ്. S11 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് S11 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു S11 വരും. ദെൻ S11ന്റെ വാല്യൂ എന്താണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ S11 എന്ന് പറയുന്നത് √EB ആണ്. ഓക്കെ. സോ എക്സ്പെക്ടേഷൻ ഓഫ് S11 പ്ലസ് W1 ഗിവൺ 1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് √EB നമുക്ക് വന്നു. ദെൻ ഈ ഒരു ടൈം നോക്കിയേ, ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് W2 ഗിവൺ 1 എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. ദെൻ ഇവിടെ നമുക്ക് ബാക്കിയുള്ളത് എക്സ്പെക്ടേഷൻ ഓഫ് S12 ഗിവൺ 1 ആണ്. ദെൻ എക്സ്പെക്ടേഷൻ ഓഫ് S12 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു S12 വരും. ദെൻ S12ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് ഈ ഒരു ടേമിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ. സോ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് Y ഗിവൺ 1 ഈസ് ഈക്വൽ ടു പ്ലസ് √EB കിട്ടും. അതായത് 1 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു കേസിൽ നമുക്ക് Yയുടെ മീൻ വാല്യൂ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, അത് പോസിറ്റീവ് വാല്യൂ ആണ്. സോ റിസീവർ സൈഡിൽ ഈ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ഡിസൈഡ് ചെയ്യാം? നമ്മളുടെ സിമ്പിൾ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. ദെൻ ഇതേപോലെ തന്നെ നമുക്ക് 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിലെ Yയുടെ മീൻ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതെന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് Y ഗിവൺ 0 ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് X1 ഗിവൺ 0 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് X2 ഗിവൺ 0 ആണ്. ഇവിടെ 0 എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് സിമ്പലാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് S2 എന്ന് പറയുന്ന സിഗ്നലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള I വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ XJയുടെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ XJ ഈസ് ഈക്വൽ ടു S2J പ്ലസ് WJ വരും. സോ നമ്മളുടെ X1 എന്ന് പറയുന്നത് S21 പ്ലസ് W1 വരും. X2 എന്ന് പറയുന്നത് S22 പ്ലസ് W2 വരും. ദെൻ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെക്ടേഷൻ ഓഫ് W1 എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. എക്സ്പെക്ടേഷൻ ഓഫ് W2 എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ദെൻ ഇവിടെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് S21 ഗിവൺ 0 വരും. എക്സ്പെക്ടേഷൻ ഓഫ് S21 എന്ന് പറയുന്നത് S21 ആണ്. ദെൻ S21ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ഒരു ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോയി. ദെൻ ഈ ഒരു ടേം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് S22 ഗിവൺ 0 ഉണ്ട്. അതെന്ന് പറയുന്നത് S22 ആണ്. S22ന്റെ വാല്യൂ എന്ന് പറയുന്നത് √EB ആണ്. സോ ഇവിടെ നമുക്ക് √EB വരും. സോ മൈനസ് √EB ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ എക്സ്പെക്ടേഷൻ ഓഫ് Y ഗിവൺ 0 എന്ന് പറയുന്നത് മൈനസ് √EB നമുക്ക് വരും. സോ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിൽ Yയുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് √EB ആണ് നമുക്ക് കിട്ടുന്നത്. സോ റിസീവർ സൈഡിൽ നമ്മുടെ ഒബ്സർവേഷൻ വെക്ടറിലെ ഈ X1 ആൻഡ് X2 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ Y കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ Yയുടെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ആ മീൻ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ഡിസൈഡ് ചെയ്യാം? സിമ്പിൾ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാം. അതേസമയം Yയുടെ മീൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ഡിസൈഡ് ചെയ്യാം? സിമ്പിൾ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാം. നൗ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡിസിഷൻ കേസിൽ വരുന്ന പ്രോബബിലിറ്റി ഓഫ് എററിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ ഈ Y യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ടേംസിലാണ് നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി ഓഫ് എററിന്റെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ നമ്മൾ Bfskയുടെ കേസിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ ഇവിടെയും ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എറർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു കേസിലെ പ്രോബബിലിറ്റി ഓഫ് എറർ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ 1 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിലെ പ്രോബബിലിറ്റി ഓഫ് എറർ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ആദ്യം 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിലെ പ്രോബബിലിറ്റി ഓഫ് എററിന്റെ ഇക്വേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ Yയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ദെൻ നമ്മുടെ ചാനൽ വഴി നമ്മുടെ സിഗ്നൽ ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന നോയ്സിൻ്റെ ഇഫക്റ്റ് കാരണം
റിസീവർ സൈഡിൽ നമുക്ക് y പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതായത് 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവർ സൈഡിൽ y പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. സോ ആ ഒരു കേസിൽ റിസീവർ ഡിസൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും? S1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നായിട്ടായിരിക്കും റിസീവർ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കേസിൽ നമുക്ക് എറർ ഒക്കർ ചെയ്യും. സോ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് y പോസിറ്റീവ് ആണെങ്കിൽ അവിടെ നമുക്ക് എറർ ഒക്കർ ചെയ്യും. ദെൻ ആ ഒരു കേസിലെ പ്രോബബിലിറ്റി ഓഫ് എററിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ BPSKയുടെ കേസിലൊക്കെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ആ ഒരു 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. ദെൻ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിൽ y നെഗറ്റീവ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നെഗറ്റീവ് ആയിരിക്കണം. ബട്ട് അത് പോസിറ്റീവ് റീജിയനിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് എറർ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു എററിന്റെ വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് ആ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ നമ്മളുടെ പോസിറ്റീവ് റീജിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ ഈ വൈയുടെ ടേംസിൽ എഴുതും. ദെൻ അതിനെ 0 ടു ഇൻഫിനിറ്റി റീജിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കേസിൽ ഒക്കർ ചെയ്യാനായിട്ട് ചാൻസ് ഉള്ള ആ ഒരു എററിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. സോ ഇവിടെ നമ്മളിപ്പോൾ വൈയുടെ ആ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ് എഴുതാനായിട്ട് പോകുന്നത്. സോ വൈയുടെ മീൻ വാല്യൂവും അതിൻ്റെ വേരിയൻസും നമുക്ക് വേണം. മീൻ വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിലെ വൈയുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത് -√TB ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വൈയുടെ വേരിയൻസിൻ്റെ വാല്യൂ വേണം. നമ്മൾ ഈ x1 ആൻഡ് x2 കൺസിഡർ ചെയ്യുമ്പോൾ ദേ ആർ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വി നോ ദ വേരിയൻസ് ഓഫ് x1 ആൻഡ് x2 ഈസ് ഈക്വൽ ടു n0/2. ഹെൻസ് വേരിയൻസ് ഓഫ് y ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു n0/2 പ്ലസ് n0/2 ദാറ്റ് ഈസ് ഈക്വൽ ടു n0. നമ്മളുടെ y എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് n0 ആണ്. x1ൻ്റെയും x2ൻ്റെയും ഒക്കെ വേരിയൻസ് n0/2 ആണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. റിസീവർ സൈഡിലെ കോറിലേറ്ററിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സിംഗിൾ കോറിലേറ്റർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മീൻ എന്ന് പറയുന്നത് Sij-യും അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് n0/2 ആണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ നമ്മളുടെ x1ഉം x2ഉം സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് വൈയുടെ വേരിയൻസ് കിട്ടാനായിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ആ വേരിയൻസുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നു. സോ നമുക്ക് n0 വൈയുടെ വേരിയൻസ് ആയിട്ട് കിട്ടി. നൗ നെക്സ്റ്റ് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് വൈയുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാനായിട്ട് പോവുകയാണ്. നമ്മൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു കേസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ഒരു കേസിൽ വരുന്ന പ്രോബബിലിറ്റി ഓഫ് എററിൻ്റെ ഇക്വേഷനാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു വൈയുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷനാണ് എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് fy ഓഫ് y ഗിവൺ 0 ആണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ദെൻ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. fy ഓഫ് y എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2π sigma y² ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് -1/2 y മൈനസ് μy² ഡിവൈഡഡ് ബൈ സിഗ്മ y² ആണ്. ഇതിൽ സിഗ്മ y² എന്ന് പറയുന്നത് ഈ വൈൻ്റെ വേരിയൻസ് ആണ്. μy എന്ന് പറയുന്നത് ഈ വൈൻ്റെ മീൻ വാല്യൂ ആണ്. ദെൻ ഇവിടെ ഇപ്പം നമ്മൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് എഴുതാനായിട്ട് പോകുന്നത്. സോ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ മീൻ വാല്യൂ കൺസിഡർ ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ 0 എന്ന് പറയുന്നത് -√EB ആണ്. ദെൻ വേരിയൻസിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. സിഗ്മ y² എന്ന് പറയുന്നത് n0 ആണ്. സോ ഈ രണ്ട് വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? fy ഓഫ് y ഗിവൺ 0 ഈസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു n0 ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് -1/2 y പ്ലസ് √TB² ഡിവൈഡഡ് ബൈ n0. ദെൻ ഈ 2 ഇങ്ങോട്ടേക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ 2 n0 വരും. സോ വി വിൽ ഗെറ്റ് fy ഓഫ് y ഗിവൺ 0 ഈസ് ഈക്വൽ ടു 1/√2π n0 ഇൻറ്റു e⁻y പ്ലസ് √EB² ഡിവൈഡഡ് ബൈ 2 n0. നൗ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 0 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ x2 ആണ് നമുക്ക് x1-നേക്കാൾ ഗ്രേറ്റർ ആയിട്ട് ആക്ച്വലി കിട്ടേണ്ടത്. പക്ഷേ ഇപ്പോൾ നോയ്സിൻ്റെ എഫക്റ്റ് കാരണം x1 ഗ്രേറ്റർ ദാൻ x2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ
അവിടെ നമുക്ക് എറർ ഒക്കർ ചെയ്യും. അതായത് റിസീവർ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. ദെൻ ഈ ഒരു x1 ഗ്രേറ്റർ ദാൻ x2 എന്ന് പറയുന്ന ആ ഒരു എറർ കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് y ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ആ ഒരു കേസ് കൺസിഡർ ചെയ്യാം. അതായത് x1 ഗ്രേറ്റർ ദാൻ x2 ആകുമ്പോൾ y എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സോ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് y പോസിറ്റീവ് ആയാൽ അവിടെ നമുക്ക് എറർ ഒക്കർ ചെയ്യും. സോ ആ ഒരു കേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു എററിൻ്റെ വാല്യൂവിനെ നമുക്ക് P10 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് y ഗ്രേറ്റർ ദാൻ 0 ഗിവൺ സിമ്പിൾ 0 വാസ് ട്രാൻസ്മിറ്റഡ്. സിമ്പിൾ 0 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് y പോസിറ്റീവ് ആയാൽ അവിടെ എറർ ഒക്കർ ചെയ്യും. സോ y പോസിറ്റീവ് ആകുമ്പോൾ ഉള്ള ആ ഒരു എറർ വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ആ ഒരു പോസിറ്റീവ് റീജിയനിൽ, ആ ഒരു 0 to ഇൻഫിനിറ്റി റീജിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ P10 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി fy ഓഫ് y ഗിവൺ 0 dy ആണ്. ദെൻ ഇതിനെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഈ 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2π n0 കോൺസ്റ്റന്റ് ടൈം ആണ്. സോ അത് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തെഴുതി. സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2π n0 ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് y പ്ലസ് റൂട്ട് EB സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 n0 dy. നൗ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ പ്രോബബിലിറ്റി ഓഫ് എററിനെ നമ്മളുടെ എറർ ഫംഗ്ഷൻ, നമ്മുടെ കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഇത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ERFC ഓഫ് u എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ റൂട്ട് പൈ ഇൻ്റഗ്രൽ u ടു ഇൻഫിനിറ്റി e റേസ് ടു മൈനസ് z സ്ക്വയർ dz ആണ്. സോ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ഇസഡിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, സോ ഇ റേസ് ടു മൈനസ് ഇസഡ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ടേം വരണം. സോ നമുക്ക് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ദിസ് വൺ ആയിട്ട് ചൂസ് ചെയ്യാം. സോ പുട്ട് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു y പ്ലസ് റൂട്ട് EB സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 n0. ദെൻ ഇതിൽ നിന്ന് ഇസഡിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇസഡ് കിട്ടാനായിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സോ ഇസഡ് ഈസ് ഈക്വൽ ടു y പ്ലസ് റൂട്ട് EB ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 n0. ദെൻ നമുക്ക് ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ഇസഡിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ ഇപ്പോൾ നമ്മൾ വൈയുടെ ടേംസിലാണ് ഈ എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. ഇതിലെ ഈ dy-നെ നമുക്ക് ആ ഒരു dz-ൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം. അതേപോലെ തന്നെ വൈയുടെ ലിമിറ്റ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെയും നമുക്ക് ഇസഡിൻ്റെ ലിമിറ്റ്സിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു dy-നെ എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളത് നോക്കാം. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഇതിൽ രണ്ട് സൈഡിലും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അതായത് y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 n0 പ്ലസ് റൂട്ട് EB ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 n0. ദെൻ രണ്ട് സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. സോ ഇവിടെ dz ഇസ് ഈക്വൽ ടു dy ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 n0 പ്ലസ് d ഓഫ് റൂട്ട് EB ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 n0 വരും. ദെൻ ഈ റൂട്ട് EB ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2 n0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. സോ ഇവിടെ നമുക്ക് dz ഇസ് ഈക്വൽ ടു dy ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 n0 വരും. ഓക്കെ, സോ dz ഇസ് ഈക്വൽ ടു dy ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 n0 വന്നു. ദെൻ ഇതിൽ നിന്ന് നമുക്ക് dy-യുടെ ഇക്വേഷൻ എഴുതാം. dy ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 n0 ഇൻറ്റു dz നമുക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ലിമിറ്റിനെ ചേഞ്ച് ചെയ്യാം. y ഈക്വൽ ടു 0 ആകുമ്പോൾ z ഈക്വൽ ടു എന്ത് വരും എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. y ഈക്വൽ ടു 0 വരുമ്പോൾ ഇവിടെ നമുക്ക് y ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ z ഈസ് ഈക്വൽ ടു റൂട്ട് EB ഡിവൈഡ് ബൈ റൂട്ട് 2 n0 വരും. അതായത് z ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് EB ബൈ 2 n0 നമുക്ക് കിട്ടും. ഓക്കെ, സോ y ഈക്വൽ ടു 0 കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് z ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് EB ബൈ 2 n0 വരും. ദെൻ നെക്സ്റ്റ് നമുക്ക് y ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡിൻ്റെ വാല്യൂ എന്ത് വരും എന്നുള്ളത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് വൈക്ക് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇസഡ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി പ്ലസ് റൂട്ട് EB ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 n0 വരും. ആൻഡ് ഹെൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, സോ y ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇസഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി നമുക്ക് വരും. സോ ഇപ്പോൾ നമുക്ക് dy ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 n0 dz കിട്ടി. ദെൻ വൈയുടെ ടേംസിലുള്ള ആ ലിമിറ്റ്സിനെ നമ്മൾ ഇസഡിൻ്റെ ആ ഒരു ടേംസിലേക്ക് മാറ്റുകയും ചെയ്തു. സോ നൗ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ആ P10ൻ്റെ ഇക്വേഷനെ റീപ്ലേസ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. സോ ഈ ഇക്വേഷനിൽ ഈ ഒരു ടേമിന് നമ്മൾ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇ റേസ് ടു മൈനസ് ഇസഡ് സ്ക്വയർ വരും. ദെൻ ഈ dy-ക്ക്
ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഡി വൈക്ക് പകരം സ്ക്വയർ റൂട്ട് ഓഫ് 2n0 ഇൻറ്റു ഡി സെഡ് വന്നു. ദെൻ ഇവിടെ 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റൂട്ട് EB/2n0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇവിടെ ഇൻഫിനിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് റൂട്ട് 2n0 ഇവിടെ ഉണ്ട്, ഇവിടെയും നമുക്ക് റൂട്ട് 2n0 വന്നിട്ടുണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദിസ് വൺ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് പൈ ഇൻ്റഗ്രൽ റൂട്ട് EB/2n0 ടു ഇൻഫിനിറ്റി e−z²dz. നൗ നെക്സ്റ്റ് ഇതും നമ്മളുടെ ERFCയുടെ ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്യുക. ERFCയുടെ ഇക്വേഷനിൽ 2/√π ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹാഫ് ആണ്. സോ ആ ഒരു ഹാഫ് വാല്യൂ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക. ദെൻ ഇവിടെ ഈ ഒരു ലോവർ ലിമിറ്റ് വന്നിരിക്കുന്ന വാല്യൂ ആണ് ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. സോ അതേപോലെ തന്നെ ആ യുടെ പ്ലേസിൽ ഇവിടെ വന്നിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് EB/2n0 ആണ്. സോ ഇതിനെ നമുക്ക് ERFC ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് EB/2n0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ഇതേപോലെ തന്നെ നമുക്ക് P01 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവർ 0 ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു കേസിൽ വരുന്ന പ്രോബബിലിറ്റി ഓഫ് എറർ, അതായത് 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് y നെഗറ്റീവ് ആകുന്ന കേസിലെ ആ ഒരു പ്രോബബിലിറ്റി ഓഫ് എറർ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു കേസിലെ നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. ആ ഒരു കേസിൽ നമ്മളുടെ മീൻ വാല്യൂ വരുന്നത് പ്ലസ് റൂട്ട് EB ആയിരിക്കും. ഓക്കെ, സോ അത് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എഴുതുക. ദെൻ അതിനെ നെഗറ്റീവ് റീജിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു നെഗറ്റീവ് റീജിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് 0 ആകുന്ന കേസിലെ ആ ഒരു പ്രോബബിലിറ്റി ഓഫ് എററിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ദെൻ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂവും ഈ സെയിം ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. സോ അതിൻ്റെ കാൽക്കുലേഷൻ ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് P10യും P01 സെയിം ആയിട്ട് തന്നെ കിട്ടും. ദെൻ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എറർ അല്ലെങ്കിൽ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് എറർ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, P10 പ്ലസ് P01 ഡിവൈഡ് ബൈ 2 കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതും നമുക്ക് ഈ ഒരു വാല്യൂ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് എറർ PE is equal to 1/2 ERFC ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് EB/2n0 വരും. നമ്മൾ BFSK കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സിമ്പലിൽ ഒരു ബിറ്റാണ് വരുന്നത്. സോ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എററും ആവറേജ് പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് എററും സെയിം തന്നെയാണ്. ദെൻ ഇതിനെയാണ് നമ്മൾ നമ്മളുടെ ബിറ്റ് എറർ റേറ്റ് BER എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ BFSKയുടെ ബിറ്റ് എറർ റേറ്റിൻ്റെ ഇക്വേഷനാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ ഇതിനെ നമ്മളുടെ BPSKയുടെ കേസുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. BPSK കേസിൽ നമുക്ക് ബിറ്റ് എറർ റേറ്റ് കിട്ടിയത് എന്താണ്, 1/2 ERFC ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് EB/n0 ആയിരുന്നു. സോ അത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഇൻ എ കൊഹറൻറ്റ് BFSK സിസ്റ്റം we have to double the bit energy to noise density ratio EB/n0 to maintain the same bit error rate as in the coherent BPSK system. Now next നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഈ BFSKയുടെ ജനറേഷൻ ആൻഡ് ഡിറ്റക്ഷൻ്റെ കേസാണ്. അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാംസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.